നമസ്കാരം. ലൈവ് എക്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്ത. ഷിഗല്ല ബാധിച്ച് ഇതുവരെ 3 മരണമെന്ന് ആരോഗ്യമന്ത്രി. 2 മരണവും കോഴിക്കോട് ജില്ലയിൽ. ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കുന്നമംഗലം സ്വദേശിയായ കുട്ടിയുടെ നില തൃപ്തികരം. സംസ്ഥാനത്ത് ഇതുവരെ ഷിഗല്ല ബാധിച്ചത് 135 പേർക്ക്. നിപ ബാധിതൻ വെന്റിലേറ്ററിൽ തുടരുന്നു. പ്രതിപക്ഷ നേതാവിന് ആരോഗ്യമന്ത്രിയുടെ മറുപടി. ഏകോപനത്തിന് നല്ലത് തിരുവനന്തപുരം. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ക്യാബിനറ്റ് ചേർന്നത് അമേരിക്കയിലിരുന്ന്. മുൻ DHS ഡോക്ടർ റീനയെ മാറ്റിയത് തുരപ്പൻ പണി കാണിച്ചതുകൊണ്ടെന്നും മന്ത്രി. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാരെ വിമർശിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. കേരള MG മലയാളം സർവകലാശാല VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെറ്റേറ്റ് പറയാനുള്ള മാന്യത VC-മാർ കാണിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. അത്യന്തം ഗൌരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രിയദർശിനി സൗജന്യ യാത്ര നാളെ മുതൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചു. പദ്ധതിയെ സ്വാഗതം ചെയ്ത് വനിതാ യാത്രക്കാർ. നമ്മളെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നടപ്പാക്കിയത് ഏറ്റവും നല്ല കാര്യമാണ്. പെൺപിള്ളേർക്കും എല്ലാവർക്കും പോകാനായിട്ട് നല്ലൊരു സൗകര്യം. ടിനി ടോമിനെതിരെ അൻസിബയുടെ പരാതിയിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ. നടി ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. അമ്മ ജനറൽ ബോഡി യോഗം അടുത്തയാഴ്ച. വിമാനം താഴ്ന്നു പറന്നു. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും വീടിന്റെ ഓട് പറന്നു. മേൽക്കൂര തകർന്നത് ശാന്തിനഗർ സ്വദേശി സൈമൺ KGയുടെ വീടിന്റെ 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ സമാന സംഭവം. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 MP-മാർ കൂടി വിമതർക്കൊപ്പം. TMC തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് നാളെ കത്ത് നൽകും. പാർട്ടിയിൽ അഴിച്ചുപണി നടത്തി മമത. Innovation 2026 is about more than technology. It is about people, partnerships, and long-term collaboration, positioning India and France as trusted partners in shaping an inclusive, innovation-driven future. ഇന്ത്യ ഫ്രാൻസ് ഭാരത് ഇന്നവേറ്റ്സിന് തുടക്കം. G7 ഉച്ചകോടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത മോദിയും മക്രോണും. ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയുടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് കരുത്ത് പരിചയപ്പെടുത്തുക ലക്ഷ്യം. സുപ്രധാന കരാറുകളിലും ഇരു നേതാക്കളും ഒപ്പുവെക്കും. ഒമാൻ തീരത്ത് മുങ്ങിയ പായ്ക്കപ്പലിലെ 14 ഇന്ത്യക്കാരും സുരക്ഷിതർ. നാവികരെ രക്ഷിച്ചത് US നാവികസേനയുടെ P-8 സമുദ്ര പട്രോളിംഗ് വിഭാഗം. ഇറാൻ സമാധാന കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് ട്രംപ്. ധാരണ ഒപ്പിട്ടാലുടൻ ഹോർമുസ് തുറക്കും. കരാറിനെതിരെ ഇറാനിൽ പ്രതിഷേധം. സമയം തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കന്നിക്കാരായ കുറസാവോയ്ക്കെതിരെ. പോരാട്ടം രാത്രി 10:30. നെതർലൻഡ്സ് ജപ്പാൻ പോരാട്ടം പുലർച്ചെ. ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ നേരിടും. RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൌരവമായി കാണുമെന്ന് മുഖ്യമന്ത്രി. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്കുണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. സംഘപരിവാർ പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാല VC-മാർ പങ്കെടുത്ത സംഭവം അത്യന്തം ഗുരുതരമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ. വൈസ് ചാൻസലർ പദവി എന്നത് സർവകലാശാലകളുടെ അക്കാദമികവും ഭരണപരവുമായ നിഷ്പക്ഷതയുടെ പ്രതീകമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട ഉന്നത സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ ഇത്തരം വേദികൾ പങ്കിടുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ചെയ്തത് തെറ്റായിപ്പോയെന്ന് പൊതുസമൂഹത്തോട് ഏറ്റുപറയാൻ VC-മാർ തയ്യാറാകണമെന്നും വിദ്യാഭ്യാസ മേഖലയുടെ സ്വയംഭരണാധികാരം സംരക്ഷിക്കാൻ ജനാധിപത്യ സമൂഹം ഒന്നിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.
മോഹൻ ഭഗവതിന്റെ പരിപാടിയിൽ 3 വിസിമാർ പങ്കെടുത്തത് അത്യന്തം ഗൗരവത്തോടെ കാണണമെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വവും സംഘപരിവാറിനെ എതിർക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണെന്നും പിണറായി. ആർഎസ്എസിന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്ത ആർഎസ്എസ് പരിപാടി, ആ പരിപാടിക്ക് കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്ന ഒരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? കേരളത്തിലെ വിസിമാർ സംഘപരിവാർ വേദിയിലെത്തിയത് ഗൌരവമുള്ള പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSS 100ാം വാർഷികത്തിൽ സംഘാടകരെ പോലെ പ്രവർത്തിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ തീരുമാനിച്ചതും അവിടെ 19 സെനറ്റ് അംഗങ്ങളെ BJP നോമിനേറ്റ് ചെയ്തതും RSS ആണ് മുഴുവൻ 19 എണ്ണം. യാതൊരു തരത്തിലുള്ള വിമർശനവും കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നില്ല, UDF മുന്നോട്ടേക്ക് പോകുന്നില്ല, ഗവൺമെൻറ് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പോഴാണ് കാവ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന രീതിയിൽ ഇന്നലെ മോഹൻ ഭഗത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ RSSന്റെ 100ാം വാർഷികത്തിലെ സംഘാടകരായി 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുള്ളത്. ഇത് അതീവ ഗൗരവതരമായ കാവ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. അതിന് പൂർണ്ണമായി കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ UDFന്റെ ഗവൺമെൻറ്. അത് ഗൗരവപൂർവ്വമുള്ള പ്രശ്നമാണ്. മതനിരപേക്ഷ ആലോചന നടത്തുന്ന മുഴുവൻ മനുഷ്യരും ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ ബോധത്തോടെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുമ്പോട്ടേക്ക് വരണം എന്നാണ് ഞാൻ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്തെ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പങ്കുവച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണെന്നും പ്രതിരോധ മരുന്നുകൾ കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അമേരിക്കയിലിരുന്നാണ് ക്യാബിനറ്റ് ചേർന്നതെന്നും വിവരങ്ങൾ മറച്ചുവെച്ചതിനാലാണ് DHSനെതിരെ നടപടിയെടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വാർത്തയ്ക്ക് താഴെ വിദ്വേഷ കമന്റിട്ട താമരശ്ശേരി തേറ്റാമ്പുറം സ്വദേശി വിവിനെതിരെ കലാപത്തിന് പ്രേരിപ്പിക്കൽ വകുപ്പ് ചുമത്തി താമരശ്ശേരി പോലീസ് കേസെടുത്തു. KPCS അംഗം PC ഹബീബ് തമ്പിയുടെ പരാതിയിലാണ് കേസെടുത്തത്. നിപയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളന വാർത്തയുടെ താഴെയാണ് വിപിൻ വിദ്വേഷ കമന്റ് കുറിച്ചത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ തള്ളി പിണറായി വിജയൻ. പത്മകുമാറിനെ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചുവെന്ന വാർത്ത തെറ്റാണ്. പത്മകുമാർ ആത്മകഥ എഴുതിയതുകൊണ്ട് പാർട്ടി തീരുമാനം മാറില്ലെന്നും പിണറായി വിജയൻ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു. സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് മുൻപായി തന്നെയും പോലീസ് ചുമതലയിലുണ്ടായിരുന്ന ശ്രീജിത്ത് IPSനെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയതിൽ പത്മകുമാർ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയേർക്കപ്പെട്ട് ജയിലിലായിട്ടും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുടനീളം CPM നേതൃത്വം നേരിട്ടതാണ്. നടപടികൾ ഉണ്ടാകും, അത് പിന്നീട് കുറ്റപത്രം കൊടുത്ത ശേഷം മാത്രം മതി എന്ന തീരുമാനമാണ് അന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ CPM കണ്ടെത്തിയത് കീഴ്ഘടകങ്ങളിൽ നിന്ന് ചർച്ചയിലൊക്കെ ഉയർന്നു വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായിട്ടും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഈ അവലോകന റിപ്പോർട്ട് അംഗീകരിച്ച് സംസ്ഥാന സമിതിക്ക് ശേഷം വ്യക്തമാക്കിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പത്മകുമാർ സമ്മർദ്ദ നീക്കവുമായി CPMനെ ഒരു ബ്ലാക്ക് മെയിൽ നീക്കം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള നീക്കം നടത്തുന്നത്. തനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട്, അത് പുസ്തകം എഴുതും. മാത്രമല്ല CPMന്റെ സംസ്ഥാന നേതൃത്വം കൂടി ഇടപെട്ട്, അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസ് ഇടപെട്ടാണ് ശബരിമല യുവതികൾ കയറിയ ദിവസം ശബരിമല യുവതീ പ്രവേശനത്തിന് എതിർ നിലപാടെടുത്ത തന്നെ ശബരിമലയിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തിയത്, തന്നെയും IG ശ്രീധരനെ മാറ്റി നിർത്തിയെന്ന ഒരു ആരോപണം കൂടി പത്മകുമാർ അയാളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. CPMനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടും നടപടി ഒഴിവാക്കാനുള്ള നീക്കമാണ്
ഇതെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ പാർട്ടി തീരുമാനിച്ച നടപടി അതേപടി ഉണ്ടാകും. ആര് എന്ത് പറഞ്ഞാലും, പുസ്തകം എഴുതിയാൽ, ആത്മകഥ എഴുതിയാലും നടപടി ഉണ്ടാകുമെന്ന സൂചന, വ്യക്തമായ സൂചനയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകിയത്. മാത്രമല്ല, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്മകുമാറിനെ വിളിച്ചു വരുത്തിയെന്ന ആരോപണത്തെയും പിണറായി വിജയൻ നിഷേധിക്കുകയാണ്. അതൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ആത്മഹത്യ എഴുതുന്നൊരു പൊതുവെയുള്ള കാര്യമില്ലല്ലോ, പലരും ആത്മഹത്യ എഴുതുന്നില്ല, അതായത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് വരികയും അതിനൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ കാര്യങ്ങൾ. നാളെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള നേതൃയോഗങ്ങൾ ചേരുന്നത്. ഈ യോഗത്തിൽ പത്മകുമാറിന്റെ നടപടി ഉറപ്പാണ്. ആ നടപടി ഒഴിവാക്കാനാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വലിയ നീക്കങ്ങളുമായി പത്മകുമാർ രംഗത്തു വരുന്നത്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ട് പത്മകുമാറിനെ അനുനയിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിൽ താൻ പുസ്തകം എഴുതും, അതിൽ ശബരിമല യുവതീ പ്രവേശന കാലത്ത് എന്തിനെ അവിടെ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്ന ചോദ്യത്തിന് CPM മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനത്തിന് കൂട്ടുനിന്നത്, അല്ലെങ്കിൽ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന് കൂട്ടുനിന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന കാര്യത്തിൽ വെളിപ്പെടുത്തലുണ്ടാകുമെന്നാണ് പത്മകുമാർ അയാളുമായി അടുത്ത കേന്ദ്രങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. CPM-നെ സമ്മർദ്ദത്തിൽപ്പെടുത്തി പാർട്ടി നടപടി ഒഴിവാക്കാനുള്ള നീക്കമാണ് പത്മകുമാർ ഇപ്പോൾ നടത്തുന്നത്. അതിന് CPM വഴങ്ങില്ല എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. കടവന്ത്ര പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകനും പോലീസിന് മൊഴി നൽകി. സൈബർ അധിക്ഷേപത്തിൽ നടി ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ കൊച്ചി സിറ്റി സൈബർ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീന കുറുപ്പിന്റെ മൊഴിയെടുത്ത് കടവന്ത്ര പോലീസ്. നീന കുറുപ്പ് ഇതുമായി സമാനമായ പരാതി അന്ന് എക്സിക്യൂട്ടീവിലും നൽകിയിരുന്നു. അതായത് കുടുംബയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഡിസ്കഷനിൽ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് അൻസിബ ഹസനെതിരെ അൻസിബ ഹസനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അസഭ്യം പറഞ്ഞു ടിനി ടോം എന്നുള്ളതായിരുന്നു പ്രധാനമായി നീന കുറുപ്പ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന പരാതി. അങ്ങനെയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസ് നീന കുറുപ്പിന്റെ മൊഴിയെടുത്തിട്ടുള്ളത്. നീന കുറുപ്പിന്റെ വീട്ടിലെത്തിയാണ് കടവന്ത്ര പോലീസ് മൊഴിയെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ അൻസിബ ഹസൻ ടിനി ടോമിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ടിനി ടോം നടത്തിയ, അതായത് തന്നെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന ടിനി ടോം നടത്തിയ പരാമർശം തെറ്റാണ് എന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിന്റെ മകനും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പ്രധാനമായ അൻസിബ ഹസൻ അത്തരത്തിൽ അദ്ദേഹത്തെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടി ടിനി ടോം ഉന്നയിച്ചു എന്നുള്ളതാണ് അൻസിബയുടെ പരാതി. മാത്രമല്ല, ടിനി ടോം പല തവണയായി തന്നെ സൈബറിടങ്ങളിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു, തന്നെയും തന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ പരാതികളും അൻസിബ ഹസൻ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് വീഡിയോകൾ നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്നും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അൻസിബ ഹസൻ അമ്മ എക്സിക്യൂട്ടീവ് അൻസിബ ഹസൻ നൽകിയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതിനുള്ള മറുപടി അവർ നൽകിയിരുന്നതാണ്. ആ മറുപടി ഇതുവരെ അമ്മ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം ചേർന്നപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. അതേസമയം ഇതിന്റെ വാർഷിക ജനറൽ ബോഡി നടക്കുകയാണ് 21-ാം തീയതി. അതോടൊപ്പം ഇതും ചർച്ച ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ നീന കുറുപ്പിന്റെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ഫ്രാൻസും ചേർന്നുള്ള ഭാരത് ഇന്നവേറ്റ്സ് 2026 സാങ്കേതിക ഉച്ചകോടിക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇരു നേതാക്കളും ചേർന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ അത്യാധുനിക ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. भारत इनोवेट्स में शामिल सभी साथियों का मैं अभिनंदन करता हूं और इस कार्यक्रम के लिए सभी को बहुत बहुत शुभकामनाएं देता हूं। साथियों, दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं। अलग अलग देशों के बीच
स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഒമാൻ തീരത്ത് മുങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യൻ പായ്ക്കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യക്കാരെയും രക്ഷപ്പെടുത്തി. US നാവികസേനയുടെ P-8 സമുദ്ര പെട്രോളിംഗ് വിമാനമാണ് രക്ഷാദൌത്യം ഏറ്റെടുത്തത്. റാസ് അൽ ഹാദിൽ നിന്ന് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിരാട് 1 പായ്പ് കപ്പൽ മുങ്ങിയത്. മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിന് സമീപം ലൈഫ് റാഫ്റ്റ് ഇറക്കിയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. സമീപത്തുണ്ടായിരുന്ന സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് പതാകയുള്ള MV ജബൽ അലി എന്ന കപ്പലിലേക്കാണ് ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റിയത്. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 MP-മാർ കൂടി വിമതപക്ഷത്തിനൊപ്പം ചേരുമെന്നാണ് സൂചന. ഇതോടെ ലോക്സഭയിലെ TMC വിമത MP-മാരുടെ എണ്ണം 22 ആകും. തങ്ങളാണ് ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാളെ MP-മാർ ലോക്സഭാ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തും. പാർട്ടിയിലെ അസാധാരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംഘടനാ പുനഃസംഘടന മമതാ ബാനർജി പ്രഖ്യാപിച്ചു. ആവേശ പോരാട്ടം. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. കന്നി ലോകകപ്പ് കളിക്കുന്ന കുറസോ ആണ് എതിരാളികൾ. രാത്രി 10:30 ഹോസ്റ്റലാണ് പോരാട്ടം. പുലർച്ചെ 1:30 നെതർലൻഡ് ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും. 4:30 നടക്കുന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ നേരിടും. രാവിലെ 7:30 സ്വീഡൻ ട്യൂണീഷ്യ മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് നിറം മങ്ങിയ തുടക്കം. ഗ്രൂപ്പ് സിയിലെ ഗ്ലാമർ പോരിൽ മൊറോക്കോ 1-1 സമനിലയിൽ തളച്ചു. 21-ാം മിനിറ്റിൽ ബ്രസീലിനെ ഞെട്ടിച്ച ഇസ്മായിൽ സായിബാരിയിലൂടെ മൊറോക്കോ ലീഡ് നേടി. 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് സമനില ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ ബ്രസീലിനെ വിറപ്പിച്ച് മൊറോക്കോ. 12 മിനിറ്റുകൾക്കുള്ളിൽ 6 ഗോൾ നീക്കങ്ങളാണ് മൊറോക്കോ നടത്തിയത്. 15 മിനിറ്റുകൾക്ക് ശേഷം 73% പന്തടക്കവും മൊറോക്കോയ്ക്കായിരുന്നു. വിനീഷ്യസ് ജൂനിയറുടെ വ്യക്തിഗത മികവിലായിരുന്നു സമനില ഗോൾ. ഗോളോടെ മൊറോക്കോയ്ക്കെതിരെ ആത്മവിശ്വാസം വീണ്ടെടുത്ത ബ്രസീൽ കളിയിലേക്ക് ശക്തമായി തിരിച്ചുവന്നു. 2-ാം പകുതിയുടെ തുടക്കം മുതൽ ബ്രസീൽ ലീഡിനായി പരിശ്രമിച്ചു. 67-ാം മിനിറ്റിൽ മികച്ചൊരവസരം ലഭിച്ചെങ്കിലും റഫീഞ്ഞയ്ക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായില്ല. മൊറോക്കോയുമായുള്ള ആദ്യ കളിയിലെ പ്രകടനത്തിൽ അല്പം നിരാശരാണ് മലപ്പുറത്തെ ബ്രസീൽ ആരാധകർ. മൊറോക്കോ ശക്തരായ ടീമാണ്. അടുത്ത മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുമെന്നും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ മുന്നേറുമെന്നും ബ്രസീൽ ആരാധകർ പ്രതീക്ഷിക്കുന്നു. മലപ്പുറത്ത് നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശോജ്വലമായ ഒരു കളിക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. പക്ഷെ അത്ര ആവേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത് ബ്രസീലുകാരാണ്. കാരണം കാത്തിരുന്ന കളിയായിരുന്നു. രാത്രി 3:30 കളി കഴിഞ്ഞത്. ബ്രസീലിൻ്റെ ആരാധകരൊക്കെ ഉണർന്നെണീച്ച് എന്താണെങ്കിലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എത്രമാത്രം ആവേശം ഉണ്ടായിരുന്നു കളി? എന്താണ് റിസൾട്ട്? ആവേശകരമായ മത്സരമായിരുന്നു. പക്ഷേ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ള റിസൾട്ടാണ്. നമുക്കറിയാം മൊറോക്കോയാണ് എതിർ ടീം. കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. ഏകദേശം 21 കളിയോളിപ്പോൾ പരാജയം അറിയാതെ വരുന്ന ടീമാണ്. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ 2-1 ബ്രസീലിനെ തോൽപ്പിച്ച ടീമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ബ്രസീൽ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൊറോക്കോ ഒരു പിടി മുമ്പിലാണ്, സമനിലയിലാണ്. എന്നാലും ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് ബ്രസീൽ ശരിക്കും ആശ്വാസമാണോ സമനിലയോട് ഉണ്ടായത്? ആശ്വാസമാണ് ശരിക്കും. നിലവിലെ ബ്രസീലിൻ്റെ പ്രകടനം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ റിസൾട്ട് ആശ്വാസവും. എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ടാണോ പ്രതീക്ഷിച്ചിരുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. കാരണം ബ്രസീൽ പഴയ ഒരു ഫോമില്ലാതെ ഞങ്ങളുടെ ഒരു ഫാൻസിൻ്റെ വിലയിരുത്തൽ. പക്ഷേ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പൂച്ചാളും ഇതൊക്കെ എടുത്തത് മൊറോക്കോനാണ്. അവർ ഒരിക്കലും ബ്രസീൽ ജയിക്കുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യന് പോലുമില്ല. പക്ഷേ ഇന്നലെ നന്നായിട്ട് കളിച്ചു. ആ ഗോളൊക്കെ വിനീഷ്യസിൻ്റെ ഗോളൊക്കെ കണ്ടോ? ഞാനൊക്കെ വിനീഷ്യസ് ഫാനാണ്. നമ്മളെ ഗോളാന്നൊക്കെ പറഞ്ഞാൽ അപാര ഗോളാണ്. തീർച്ചയായിട്ടും ഞാനൊരു ബ്രസീൽ ഫാൻസ് എന്നുള്ളതൊക്കെ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തരാണ്. പിന്നെ ഓക്കെ, ഈ ഒരു കളി കൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാവുന്നൊന്നും പ്രതീക്ഷിക്കുന്നു. അല്ല, സത്യത്തില് ഒരു കുറച്ചും കൂടി ഒരു അഗ്രസീവായ ഫുട്ബോൾ പ്രതീക്ഷിക്കുന്നില്ലേ? അതുണ്ടാവും. കളി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അടുത്ത കളി വരുമ്പോഴത്തേനും മെച്ചപ്പെടും. എന്തായാലും മെച്ചപ്പെടും. എന്താണ് നെയ്മർ കളിക്കാത്തതിൻ്റെ ഒരു നിരാശ ഉണ്ടോ? നെയ്മർ പരിക്കാണ്. പരിക്ക് മാറി വരുന്നുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങിണ്ടാവും നല്ലത് തോന്നുന്നു, പരിക്കായതുകൊണ്ട്. ഈ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ എങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു ലൈനപ്പൊക്കെ ഉണ്ടാവുക?
ഈ ലൈനപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചില മാറ്റം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അടുത്ത് അത്ര വലിയ ടീം അല്ലെങ്കിൽ കൂടി ഫുട്ബോളാണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം മൊറോക്കോ സെമിയിലെത്തുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ അതിന് മുമ്പാണെങ്കിൽ ദക്ഷിണ കൊറിയ, അതേപോലെ കഴിഞ്ഞ കൊറിയൊക്കെ ജപ്പാൻ പോലെയുള്ള നല്ല ടീമുകൾ നല്ല മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ടീമിനെയും വില കുറച്ച് കാണേണ്ടതില്ല. എന്നാലും അടുത്ത 2 കളിയും നല്ല ഗോളിന് ജയിച്ച് സെമിഫൈനലിൽ എത്തുന്നതന്നെയാണ് പ്രതീക്ഷ. വിലയിരുത്തുമ്പോഴേ ഇത്തവണത്തെ ബ്രസീലിൽ വലിയ പ്രതീക്ഷയില്ലാത്ത പോലെയൊക്കെ പറയുന്നത് പല ബ്രസീലിനെ എതിർക്കുന്നവരല്ല, പൊതുവെയുള്ള കളി വിലയിരുത്തുന്ന പലരും. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. അതായത് മുൻകാല പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിരാശാജനകമാണ്. നമുക്കറിയാം വേൾഡ് കപ്പിൻ്റെ ലാറ്റിൻ അമേരിക്ക യോഗ്യത റൗണ്ടിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. നമുക്കറിയാം ലാറ്റിൻ അമേരിക്ക കുറച്ച് ടൈറ്റ് ഫൈറ്റുള്ള വൻകരയാണെങ്കിൽ കൂടി ബ്രസീൽ ഇതുവരെ നേരിട്ട് ഏറ്റവും ഫൈറ്റുള്ള ഒരു യോഗ്യത റൗണ്ടായിരുന്നു ഈ വർഷത്തേക്കുള്ള വേൾഡ് കപ്പിലേക്കുള്ള. അപ്പോൾ ആ ടീമിൻ്റെ പ്രകടനം തന്നെ മൊത്തത്തിൽ കോച്ചില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും, ആഞ്ചലോട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരായ കോച്ച് ഇപ്പോൾ വന്നെങ്കിൽ കൂടി മൂപ്പർക്ക് സമയം വേണം. അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കലും പുതിയ താരങ്ങളൊക്കെ പാടെ ഒരു ഒത്തിണക്കത്തിൻ്റെ അത് ശരിയാവും. 24 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് അവസാനമായിട്ട് ലോകകപ്പ് കിട്ടിയത്. നെയ്മർക്ക് ഒരു ലോകകപ്പോടെ വിരമിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇത്തവണ. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കപ്പ് തൂക്കിയിട്ട് ആ ഇൻ്റർവ്യൂവിന് നിങ്ങൾ തന്നെ വരണം എന്നാണ് നമ്മളെ പ്രതീക്ഷ. തീർച്ചയായിട്ടും കപ്പ് നേടും. എനിക്ക് കാണിച്ച ലോകത്തിലെ ഏറ്റവും മുൻനിരക്കാരായിട്ടുള്ള ആൾക്കാരാണ് ബ്രസീൽ. ഫോർവേഡിൽ ഞങ്ങൾക്ക് ഡിഫൻസിൽ ഒരു ചെറിയ പാളിച്ചുണ്ടെങ്കിൽ ഗോൾ കീപ്പർ സൂപ്പറാണ്. പക്ഷേ അഞ്ചലോട്ടി പറഞ്ഞ പരിശീലകനെ കപ്പ് നേടിയ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നേടും. അത് നിങ്ങളെ വിളിക്കുകയും ചെയ്യും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നേറും തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനെ പ്രതീക്ഷ. മൊറോക്കോ അപ്പുറത്തുണ്ടിൽ കൂടി ഒരു ഗോൾ ഡിഫറൻസിൽ രീതിയിൽ ബ്രസീൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇനിയും കാണണം അടുത്ത കളികളെ കാണുമ്പോൾ. തീർച്ചയായിട്ടും ആവേശത്തോടെ എല്ലാ സെറ്റപ്പുകളും നല്ല സ്ക്രീന് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റപ്പിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സമയമാണ് ഒരു പ്രശ്നം. ഒരു 3 നമ്മൾ വല്ലാത്തൊരു സമയമായി പോയി. അവർക്ക് നേരത്തെ അർജന്റീനക്കാരെ പടക്കം നല്ല ചീറ്റിപ്പോയി. ശരി, അതുപോലെ ഞങ്ങൾ തോറ്റ് പടക്കം പൊട്ടിച്ചാൽ നിൽക്കുകയായിരുന്നു. അത് ചീറ്റിപ്പോയി. എന്താണെങ്കിലും കളിയുടെ ഫലത്തിൽ അല്പം നിരാശയുണ്ടെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറുമെന്ന് തന്നെയാണ് ബ്രസീലിലെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെ കപ്പ് നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്നാണ് ഇനിയുള്ള കളികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ബ്രസീൽ ആരാധകരൊക്കെ ഈ കളിയുടെ ഫലം അതിൽ നിരാശപ്പെടാതെ അടുത്ത കളി മികച്ച വിജയത്തിൽ നേടാനും കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൊടുമുടിയിലെത്തുമ്പോൾ കൊല്ലം കുണ്ടറയിൽ ശ്രദ്ധ നേടുന്നത് വ്യത്യസ്തമായ ഒരു ആരാധക പ്രകടനമാണ്. ഇഷ്ട ടീമിനോടുള്ള സ്നേഹം താടിയിൽ തന്നെ വരച്ചു കാട്ടുകയാണ് 2 ഫുട്ബോൾ പ്രേമികൾ. അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും പതാക നിറങ്ങൾ താടിയിൽ പൂശിയ ഇവർ ഇപ്പോൾ നാട്ടിലെ താരങ്ങളായി മാറിയിരിക്കുകയാണ്. കുണ്ടറ പേരയം സ്വദേശിയായ സണ്ണിയാണ് ആദ്യം ഈ വേറിട്ട ആശയവുമായി എത്തിയത്. കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് അർജന്റീനയുടെ പതാക നിറങ്ങൾ താടിയിൽ പൂശിയ സണ്ണി നാട്ടുകാരുടെ ശ്രദ്ധ നേടിയിരുന്നു. അർജന്റീന കിരീടം നേടിയതോടെ സണ്ണിയുടെ താടിയെ പലരും ടീമിന്റെ ഭാഗ്യചിഹ്നമായും വിശേഷിപ്പിച്ചു. ഇത്തവണയും അർജന്റീനയ്ക്കുള്ള പിന്തുണ അറിയിക്കാൻ അതേ നിറക്കൂട്ടുകൾ താടിയിൽ പകർത്തിയിരിക്കുകയാണ് സണ്ണി. കടുത്ത അർജന്റീന ആരാധകനാണ്. അപ്പം എല്ലാവരും ഫ്ലെക്സ് അടിക്കുകയും ബോർഡ് വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നി ഒരു വെറൈറ്റിയായിട്ട് മോഡൽ ചെയ്യണം. അങ്ങനെ ഫിജൂസിൽ വന്ന് അർജന്റീനയുടെ കളർ അടിച്ചു. അപ്പോൾ ഇപ്രാവശ്യവും ഇന്നും ഞാൻ കളർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ തന്നെ അർജന്റീനയെ കപ്പെടുത്തിരിക്കും. സണ്ണിയുടെ ഫുട്ബോൾ ആവേശത്തിന് മറുപടിയുമായി രംഗത്തെത്തിയത് സുഹൃത്തും പോർച്ചുഗൽ ആരാധകനുമായ ലിജോയാണ്. പോർച്ചുഗൽ പതാകയുടെ ചുവപ്പും പച്ചയും നിറങ്ങൾ താടിയിലടിഞ്ഞ ലിജോ ഇത്തവണ കിരീടം പോർച്ചുഗലിലേക്കാണ് പോകുന്നതെന്ന ആത്മവിശ്വാസത്തിലാണ്. സണ്ണി ചേട്ടൻ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അടുത്ത ഒരു അർജന്റീന ഫാനും ആയതുകൊണ്ടും വർഷങ്ങളോളം എനിക്ക് അറിയാവുന്നതുകൊണ്ട് കൂടി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. നമുക്ക് ഞാൻ CR7 പോർച്ചുഗലിൻ്റെ നല്ലൊരു കടുത്ത ആരാധകനായതുകൊണ്ട് കൂടി ഞങ്ങൾ രണ്ടും ഇവിടെ വന്ന് അവരവരായിട്ടുള്ള ഫ്ലാഗുകൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിച്ചു. യൂറോ കപ്പ് ഞങ്ങൾ എടുത്തു, ലോകകപ്പ് ഞങ്ങൾ എടുത്തിരിക്കും. കുണ്ടറ മുക്കടയിലെ ഫിദൂസ് ഫാമിലി സലൂണാണ് ഇരുവരുടെയും താടികൾക്ക് ഈ വ്യത്യസ്ത രൂപം നൽകിയത്. ലോകകപ്പ് ചർച്ചകൾക്കും ടീമുകളെ ചൊല്ലിയുള്ള സൗഹൃദ മത്സരങ്ങൾക്കുമിടയിൽ കളർഫുൾ താടികളിലൂടെ കുണ്ടറയിലെ ഫുട്ബോൾ ജ്വരം കൂടുതൽ നിറം പിടിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പരിശോധനയ്ക്ക് SIT എത്തി. പ്രഭാമണ്ഡലം അടക്കമിളക്കി പരിശോധന നടത്തും. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പരിശോധന നടത്തുന്നത്. മിഥുനമാസ പൂജകൾക്കായി ഇന്ന് ശബരിമല നട തുറന്നിരിക്കുകയാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശി, അവിടെ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നിർണായകമായ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും. ഈ പ്രഭാമണ്ഡലം അതുപോലെ തന്നെ കട്ടളപ്പാളി എന്നിവയുടെ തൂക്കമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കട്ടളപ്പാളിയുടെ അടിവശവും ഒപ്പം ഈ പ്രഭാമണ്ഡലത്തിന്റെ മുകൾ വശമുള്ള സ്വർണ്ണത്തിന്റെ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉള്ളത്, ഈ സ്വർണ്ണത്തിന്റെ തൂക്കം കണ്ടെത്തുക എന്നുള്ളതാണ് SIT സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടിയാണ് SIT സംഘം സന്നിധാനത്തെത്തിയത്. നട തുറന്നതിന് ശേഷം വിഭാഗ നടപടിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തിരുവാഭരണ കമ്മീഷൻ എത്തിയാൽ ഈ നടപടിയിലേക്ക് കടക്കും. കാരണം ഈ തൂക്കം കൃത്യമായി കണ്ടെത്തിയെങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണ് എന്ന് കണക്കാക്കാൻ കഴിയുള്ളൂ. നേരത്തെ 2 പ്രാവശ്യം ഈ സാമ്പിൾ ശേഖരിക്കുകയും അത് രാസപരിശോധനയ്ക്ക് അയക്കുകയും അതിന്റെ റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. ഈ തൂക്കത്തിന്റെ കണക്ക് കൂടി കൃത്യമായി ലഭിക്കണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയതിനു ശേഷം SIT സംഘവും ഇത് പരിശോധിക്കുന്ന വിദഗ്ധ സംഘവും ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അതിന്റെ പരിശോധന അല്പസമയത്തിനകം തന്നെ നടക്കും. അതെന്തായാലും ഇളക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി എത്ര സ്വർണം നഷ്ടപ്പെട്ടുണ്ട്, ഇതെല്ലാം ഈ രാസപരിശോധന ഫലവും ഒപ്പം സ്വർണം നഷ്ടപ്പെട്ട തൂക്കം എല്ലാം കണ്ടെത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. എന്തായാലും 13 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 2 FIRകളാണ് ഉള്ളത്. ആ 13 പേര് കേസിൽ പ്രതികളായിട്ടുള്ളത് പലരും ഇപ്പോൾ തന്നെ ജാമ്യത്തിലിറങ്ങിയ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം SITക്കുണ്ട്. അതെല്ലാം ഒരു വെല്ലുവിളിയായി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രഭാമണ്ഡലവും ഒപ്പം ഈ കട്ടളപ്പള്ളിയുടെ അടിവശവും ഇളക്കി പരിശോധിച്ച് തൂക്കം കണ്ടെത്തുന്ന ശ്രമം നടത്തുന്ന അല്പസമയത്തിൽ തന്നെ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നൽകാനുള്ള വിവരം. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ.